അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഗാർഡ് എന്ന് പറയുന്ന ചൗരി ഘട്ട ഗാർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. അപ്പോൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി, വിശന്ന് വയ്യ, അതുകൊണ്ടൊരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തപ്പോൾ വേറെ ആരുമില്ല. അരമണിക്കൂർ 20 മിനിറ്റ് റെസ്റ്റ്. രാവിലെ മുതൽ നടക്കാൻ തുടങ്ങിയതുകൊണ്ട് ഇവിടെ നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇവിടെ നിന്ന് ലുക്കിലേക്ക് 2 മണിക്കൂറാണ് അവർ പറയണത്. അപ്പോൾ നമുക്കൊരു 4 മണിക്കൂർ എടുക്കും. എന്തായാലും ഒരു വൈകിട്ട് അങ്ങ് എത്തും. നല്ലൊരു റെസ്റ്റോറൻറ്റ്, ഫ്രിഡ്ജൊക്കെ ഉണ്ട്. ഫ്രിഡ്ജിനകത്ത് എന്തോ ഉള്ളത്. കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത്രയും തണുപ്പാണെങ്കിലും കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. എനിക്കുള്ള സാധനം ഇതാ റെഡിയാക്കണതേ ഉള്ളൂ. കുറേ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാ കുക്കറിൽ കൊണ്ടുപോണതേ ഉള്ളൂ. അരി കുക്കറിൽ ഇടുന്നതേ ഉള്ളൂ അവർ. ഇതാണ് ഒരു ചെറിയ കിച്ചൺ. അപ്പോൾ എന്തായാലും ഇനി വെയിറ്റ് ചെയ്യാം. കുറേ സമയം, ഒരു 20 മിനിറ്റ് റെസ്റ്റ്. അങ്ങനെ അവസാനം ഫ്രൈഡ് റൈസ് വന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി. ഇത് നേരെ ലുക്ലയിലോട്ടാണ്. അപ്പോൾ ഇവിടെ വൈഫൈ ഉണ്ടായിരുന്നു. വൈഫൈ വെച്ച് വിളിച്ച് നോക്കിയപ്പോൾ നാളെ രാവിലെ 8 മണിക്കാണ് ടിക്കറ്റ് കൺഫേം ആണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ രാവിലെ ഫ്ലൈറ്റ് കിട്ടിയ നാളെ കാഠ്മണ്ഡു. ഇവിടെ എല്ലാം ഇങ്ങനെ കൃഷി സ്ഥലമാണ്. ഇങ്ങനെ നിറയെ ഉണ്ട്. ഇവിടെ എല്ലാം ഫാം. നേരെ വരുമ്പോൾ ഫുള്ള് വെജിറ്റബിൾ സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ടെന്ന് ഇങ്ങനെ കണ്ടോ. ഇവർക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഇവരിങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ നടന്നുണ്ട്. അവരെ കൃഷിസ്ഥലം വീട്ടിൻ്റെ ബാക്കിൽ, മുകളിൽ വീട് വാടകയ്ക്ക് കൊടുക്കും, താഴെ കൃഷി. ഇവിടെ എല്ലായിടത്തും അങ്ങനെയാണെന്ന് തോന്നുന്നു. നമുക്ക് ലുക്കിലേക്ക് നേരെയാണ് പോകാനുള്ളത്. നമ്മൾ വന്ന വഴി ഇടത്തെയാണ്. സല്ലേരി ഇന്ന് തംതാട വഴി വന്നത് ഇതിലെയാണ്. അപ്പോൾ തിരിച്ച് സല്ലേരി പോകണമെങ്കിൽ നമ്മൾ വലത്തോട്ട്, തംതാട സല്ലേരി പോകണമെങ്കിൽ നമ്മൾ വലത്തോട്ട് പോകണം. നമുക്ക് പോവേണ്ട ലുക്ലയിലോട്ടാണ്. നമ്മൾ ഈ മല, ഈ വഴിയെല്ലാം നടന്ന് വന്ന് നമുക്കിനി നേരെ ലുക്കള നേരെയാണ് പോകാനുള്ളത്. ഇനി മുതൽ നമ്മൾ കാണാത്ത വഴിയാണ്. അപ്പോൾ നമുക്ക് താഴോട്ട്
തമ്താട സല്ലേരി കാഠ്മണ്ഡു ബസ് വഴി പോകേണ്ടത്, അങ്ങനെയും ഫ്ലൈറ്റ് വഴി പോകേണ്ട ലുക്ലയിൽ നിന്ന് ഫ്ലൈറ്റ് വഴി പോകേണ്ടത് നേരെയാണ്. ഇതാണ് അതിൻ്റെ ഒരു എൻട്രിങ് പോയിൻ്റ്. ഇതാണ് അതിൻ്റെ ഒരു തിരിവ്. ലുക്ല നേരെ നോക്ക്. അപ്പോൾ നമ്മൾ തിരിച്ച് ഫ്ലൈറ്റിൽ പോണതുകൊണ്ട് നമ്മൾ നേരെയാണ്. അപ്പോൾ ഇത് മുതൽ അങ്ങോട്ട് നമ്മളെന്താ കണ്ടിട്ടില്ലാത്ത വഴിയാണ്. നേരത്തെ നമ്മൾ തിരിച്ച് വന്ന വഴിയിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത വഴിയാണ്. നമുക്ക് നേരെ ഇവിടെ നിന്നൊരു ചായ പൂട്ടിക്കുന്നത്, ഒരു കട്ടൻ കുടിക്കണം. കട്ടൻ കുടിക്കാതെ രക്ഷയില്ല. നമ്മൾ അന്ന് ഇവിടെ വന്ന് റൊട്ടിയൊക്കെ കഴിച്ചിട്ടാണ് പോയത്. നമ്മൾ വന്ന വഴി ഇവിടെ താഴെ കാണാം. ആ വഴി താഴോട്ട് അങ്ങനെ പോകണം. 3 ദിവസം നടന്ന് നമ്മൾ ജീപ്പിൻ്റെ അടുത്തെത്തും, തമ്താടയിലെത്തും. അങ്ങ് മലയുടെ മണ്ടയ്ക്കൊരു ടിബറ്റൻ്റെ ചെറിയ അമ്പല മൊണസ്ട്രിയൊക്കെ ഉണ്ട്. പിന്നെ നേരെ ലുക്ല. ഇവിടെ നിന്ന് 1.5 മണിക്കൂറുണ്ടെന്നാണ് അന്ന് അവിടെ നമ്മൾ ചായ കുടിച്ചപ്പം പറഞ്ഞത്. അങ്ങോട്ടൊരു കട വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ചായ കുടിക്കാമായിരുന്നു. അങ്ങോട്ടുണ്ട് കടകളൊക്കെ ഉണ്ട്. ഒരു വലിയ പട്ടിയൊക്കെ ഇതാ വഴി കിടപ്പുണ്ട്. നമ്മൾ സല്ലേരിയിൽ നിന്ന് നടന്ന് വന്ന മല അതാ അവിടെ നിന്നാണ്. അങ്ങനെ അത് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇതാ ഇതിലേ കൂടെയാണ് നമ്മൾ വന്ന വഴി. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഇങ്ങനെ കാണാം ലുക്ല, അതാ കാണുന്നുണ്ട്. ആ ഭാഗത്താണ് ലുക്ല. ഏകദേശം 3:30 മണിയായിരുന്നു. ഒരു തെളിഞ്ഞ ആകാശമല്ല. അപ്പോൾ ഇവിടെ എല്ലാവരും ചായ കുടിക്കാതിരിക്കുക. നമ്മളെ കൂടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നവരിങ്ങനെ ചായ കുടിക്കാൻ ഇവിടെ ഇരിക്കുക. നല്ല കാറ്റും നല്ല ചുമയുണ്ട് എനിക്ക്. ഇവിടെയൊക്കെ ലൈന് കറണ്ട് ഇതാ ഇങ്ങനെ വന്നിക്കുക. അങ്ങോട്ടൊക്കെയാണ് പൈപ്പിൽ, ഇവിടെയൊക്കെ അല്ലാതെ. ഇനി ആ മല വരെ നടക്കണം. അവരെല്ലാം ചായ തട്ടിക്കൂട്ടേ ചായ. അവിടെ നിന്ന് കുറേ ഒരു ചായയൊക്കെ കുടിച്ചിങ്ങനെ നടന്നു വന്നപ്പോൾ വഴി അടച്ചിക്കുക. ഇനി ഇങ്ങനെ സൈഡിൽ കൂടെ ഉള്ള വഴി കയറി പോവുക. അപ്പോൾ ഇങ്ങനെ വഴിയുണ്ട്.
ഇങ്ങനെയും പോവാം, താഴെ കൂടെയും പോവാം. ഇവിടെ റോഡ് കല്ലടിക്ക് വരുന്നതുകൊണ്ട് വേറെ അങ്ങ് ദൂരെ ഒരു സ്കൂളെന്തോ ഉണ്ട്. പിള്ളേർ വിളിയൊക്കെ കേൾക്കാം. മുകളിൽ കല്ല് അടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ വഴിയിലൂടെ നമ്മൾ വീണ്ടും പോയി മെയിൻ വഴിയിൽ കയറണം. ഇവിടെ എന്തോ വലിയ ഗ്യാസ് കുറ്റിയുടെ സംഭവം പോലെയൊക്കെ ചെയ്ത് വെച്ചിരിക്കുക. ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകണം നമ്മളെ വഴി. ആ വഴിയെല്ലാം ഇങ്ങനെ നടന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മളെ ലുക്ലയിൽ നിന്ന് വരുമ്പോൾ ഉള്ള ലുക്ലയിലോട്ട് കയറാൻ പോകുക. ലുക്ലയിൽ നിന്ന് നമ്മൾ വരികയാണെങ്കിൽ ആദ്യത്തെ കവാടം അതാ കാണാം. സാഗർമാത നാഷണൽ പാർക്കിൻ്റെ ആദ്യത്തെ കവാടം. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇവിടെ അവിടെയോ ഇത് കാണിക്കാൻ വേണം നമ്മളെടുത്ത പാസുകളൊക്കെ. വിശാലമായ ഇത് ടിക്കറ്റ് സെൻറ്ററും കാര്യങ്ങളൊക്കെയാണ് അവിടെ. നമുക്ക് നേരെ മുകളിലോട്ട് കയറിയാൽ ലുക്ലയായി. നമ്മളിങ്ങനെ ലുക്ലയിലോട്ട് കയറാണ്. മനോഹരമായ രണ്ട് യാക്കുകളും ലുക്ലയിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് പാസ് എടുത്ത് പോകാനുള്ളത്. Hi. Hi. Okay. Bye. Later. Hey. Okay. ഇതാണ് നമ്മൾ ലുക്ലയിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് കയറിപ്പോൾ ഇറങ്ങേണ്ട ഗേറ്റ്. भैया मेरा एक फ़ोटो इधर. भैया मेरा एक फ़ोटो इधर. नहीं നമ്മൾ ഒരു കോഴിയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരാം. മിക്കവാറും ചാടി വന്ന് കൊത്താനാണ് സാധ്യത. അങ്ങനെ ലുക്ലയിലെത്തി. ലുക്ലയിലോട്ട് കയറാനുള്ളൊരു കവാടം. ഇവിടെ കുറച്ച് വീലൊക്കെ ഉണ്ട് കറക്കാൻ.
ഇവിടെയും ഒരു മലയുടെ താഴെ തന്നെ ഇവിടെ ആകുമ്പോൾ നമ്മൾ തമിഴ്നാട്ടിലെ അതോ ചെറിയ ഗ്രാമത്തിലൊക്കെ പോയതല്ലേ. കാക്കയുടെ സൗണ്ടും വിളിയും ഒക്കെ ഉണ്ട്. ഇവർ രാത്രി എന്തിനു കഴിക്കാൻ നോക്കുകയാണ് ഫോട്ടോ നോക്കിയിട്ട്. ഇടയ്ക്ക് കണ്ടതും കടിയതൊക്കെ വാങ്ങിച്ചു നിന്ന് ഇതിലൊരാൾക്ക് വയറ് വയ്യാതായതാണ്. അങ്ങോട്ട് പോണ വഴിയിൽ അയ്യോ അങ്ങനെ ലുക്ലയിലെ തെരുവ് വഴിയിലൂടെ നടക്കാൻ